قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂറിമാരെ നമുക്ക് പരിചയപ്പെടാം. ഹാഫിൽ ഖാരി സിദ്ദീഖ് അലി ബാഖവി ഫ്രം ചെന്നൈ. ഖുർആൻ 7 പാരായണ രീതിയിലും അവഗാഹം നേടിയ ഖാരി സുബൈർ അൻവരി. നമുക്കിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കാവ്യ കോകിലകത്ത് വരണമല്യം ചാർത്തിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ സെക്കൻഡ് ചാൻസിനായി വരുന്നു മുഹമ്മദ് അബ്ദുള്ള തൂത. മുഹമ്മദ് അബ്ദുള്ള, ഓക്കെ, സെക്കൻഡ് ചാൻസ് ആണ്. അതെ, രീതികൾ അറിയാമല്ലോ. അറിയാം. നമുക്ക് ഈ പെട്ടിയിൽ നിക്ഷേപിച്ചിരിക്കുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് ഓതേണ്ടത്. പോകാം. ഓക്കെ, കോൺഫിഡൻ്റ് ആണ്? കോൺഫിഡൻറ്റ്. ഓക്കെ, ഓക്കെ. ഏതാണ് ആയത്ത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സൂറത്തുൽ അഅറാഫ് 68-ാമത്തെ ആയത്ത് മുതലാണ് അബ്ദുള്ള ഓതേണ്ടത്. പോകാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉബല്ലിഗുകും റിസാലാതി റബ്ബി വഅന ലകും നാസിഹുൻ അമീൻ. أَوَعَجِبْتُمْ أَنْ جَاءَكُمْ ذِكْرٌ مِّنْ رَبِّكُمْ أَنْ جَاءَكُمْ ذِكْرٌ مِّنْ ربكم على رجل منكم لينذركم واذكروا إذ جعلكم خلفاء من بعد قوم إذ جعلكم خلفاء من بعد قوم نوح وزادكم في الخلق بسطة فاذكروا آلاء الله لعلكم تفلحون. قالوا أجئتنا لنعبد الله وحده ونذر ما كان يعبد آباؤنا فأتنا بما تعدنا إن كنت من الصادقين. قال قد وقع عليكم من ربكم
ربكم رجس وغضب أتجادلونني في أسماء سميتموها أنتم وآباؤكم ما نزل الله بها من سلطان فانتظروا إني معكم من المنتظرين فأنجيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين صدق الله العلي العظيم والسلام عليكم ورحمة الله وبركاته. വിശുദ്ധ ഖുർആൻ്റെ ആലാപനത്തിൽ മനസ്സുകൊണ്ട് കേൾക്കുന്നത് ഹിറാ ഗുഹയിൽ വിശുദ്ധനായ നബി തിരുമനസ് കേട്ടിട്ടുള്ള ആ മുഴക്കമാണ് എൻ്റെ മനസ്സിൽ. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് അബ്ദുള്ള, നിങ്ങൾ വളരെ നന്നായി ഓതി പാരായണം ചെയ്ത് അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഓതിയതിൽ സൗത്ത്, ശബ്ദം, സ്റ്റൈല് ഉഷാറായിട്ടുണ്ട്. ಇನ್ನೂ ഉഷാറാക്കണം. തജ്വീദിൻ്റെ ചെറിയ കുറച്ച് തെറ്റൊന്ന്, അത് ഒന്ന് മാത്രമേ നിങ്ങൾക്ക് പറയൂ ഇൻഷാ അല്ലാഹ്. ഇവിടെ നിങ്ങൾ ഓതിയില്ല, സൂറത്തുൽ ആറാഫ് ഓതിയില്ല. ഇവിടെ ഒരു സ്ഥലത്തിൽ ബസ്താഹുണ്ട്. അവിടെ നോക്കാം, ഖുർആൻ നോക്കട്ടെ. വസാദകും ഫിൽ ഖൽഖി ബസ്ത. എങ്ങനെ ഓതി നിങ്ങൾ? അവിടെ സ്വാദ ഉച്ചരിച്ചു, സ്വാദ് നിങ്ങൾ ഓതിയില്ല. ഇവിടെ എന്താ നമ്മുടെ ഇമാമി എന്താ പറഞ്ഞു? രണ്ടും സ്വാദും സീനും പറ്റുന്ന പ്രശ്നമില്ല, അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടില്ല. അതറിയണം. ഇവിടെ സീനാണ്. നമ്മുടെ ഇമാം ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹിന് അഭിപ്രായം അങ്ങനെയാണ്. സീൻ ബസ്ത, സാദില്ല. ഇതുപോലെ 4 സ്ഥലങ്ങളിലുണ്ട് ഖുർആനിൽ. സ്വാദിൻ്റെ പോലെ സീനുണ്ട്. അവിടെ വേറെ വേറെ അഭിപ്രായമുണ്ട്. ഇവിടെ സീനാണ്, ലാസിമാണ്. അങ്ങനെ സീനാണ് നമ്മുടെ ഇമാം. മറ്റു വേറെ ഇമാമ വേറെ അഭിപ്രായങ്ങളുണ്ടാവും. നമ്മുടെ റിവായത്ത്, ഹഫ്സ് റിവായത്തിൻ്റെ പ്രകാരം സീനാണ്. അതറിയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീ ഖിറാഅതികും വ തിലാവതികും. മുഹമ്മദ് അബ്ദുള്ള, നിങ്ങളുടെ ഖിറാഅത്തിൽ നല്ല ആകർഷണീയമായ ശൈലിയും ശബ്ദമൊക്കെ ഉണ്ടായെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണർത്തുകയാണ്. ദൊമ്മിനെ നീട്ടുമ്പോൾ, ഉദാഹരണത്തിന് ഫദ്കുറു, ഖാലു, ഫന്തളിറു, ഇങ്ങനെയുള്ള ദൊമ്മിനെയൊക്കെ നീട്ടുമ്പോൾ അത് ഫദ്കുറു
ഇങ്ങനൊരു ഒകാരത്തിലേക്ക് ചാഞ്ഞു പോകുന്നുണ്ട്. ഒകാരത്തിലേക്ക് ഫദ്കുറൂ, അതൊരു ശൈലിയിലൂടെ വരുന്ന ഒരു പ്രശ്നമാണത്. അപ്പം അത് ഒകാരത്തിൽ നിന്ന് അതെ അതെ അങ്ങനെ ആക്കി മാറ്റാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഫഅൻജൈനാഹു വല്ലദി, അത് ഫഅൻജൈനാഹു അതിലുള്ള ഹൗലമിയറാണ്. വല്ലദി മറ്റൊരു കലിമത്താണ്, അത് കൂടിപ്പോകുന്നത് ശ്രദ്ധിക്കുക. ഫഅൻജൈനാഹു വല്ലദി അങ്ങനെ ആവുന്നത് ശ്രദ്ധിക്കുക. ഫഅൻജൈനാഹു വല്ലദി രണ്ട് കലിമത്തായിട്ട് തന്നെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, സക്കത്തെയൊന്നും വേണ്ട, എന്നാലും രണ്ടും രണ്ട് കലിമത്തായിട്ട് തന്നെ തോന്നുന്ന രൂപത്തിൽ ശ്രദ്ധിക്കാം. ഖിറാഅത്ത് ഇനിയും ശ്രദ്ധിക്കാൻ, ഉയർന്ന നല്ല നല്ല വാർത്തകളിലേക്ക് ഉയരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയ സഹോദരൻ്റെ ആലാപനം എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ വിശുദ്ധ ഖുർആൻ്റെ ആലാപനത്തിൽ മനസ്സുകൊണ്ട് കേൾക്കുന്നത് ഹിറാ ഗുഹയിൽ വിശുദ്ധനായ നബി തിരുമനസ് കേട്ടിട്ടുള്ള ആ മുഴക്കമാണ് എൻ്റെ മനസ്സിൽ ഈ ഖുർആൻ പാരായണത്തിലൂടെ ഞാൻ ഉൾക്കൊള്ളുന്നത്. മലക്കുകൾ സർവശക്തൻ്റെ നാമത്തിൽ പാടൂ, അല്ലെങ്കിൽ വായിക്കൂ, എഴുതൂ എന്ന് പറയുമ്പോഴുണ്ടാകുന്നൊരു മുഴക്കം, അത് ആ ഹിറാ ഗുഹയിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ താങ്കളുടെ ഈ പാരായണത്തിലൂടെ കഴിഞ്ഞു. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ വിശുദ്ധ ഖുർആനിലേക്കുള്ള എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ശ്രീ രാഘവൻ നായരുടെ അമൃതവാണിയിലൂടെയാണ്. അതിലൂടെയാണ് ഈ ഓരോ മൊഴികളിലും സർവശക്തനെ സാക്ഷിയാക്കി വരുന്ന ആ മൊഴികളുടെ മാധുര്യം, അതിൻ്റെ അമൃതം ഞാൻ അങ്ങനെയാണ് ആസ്വദിക്കുന്നത്. അതെവിടെ കേൾക്കുമ്പോഴും ഞാനതിൻ്റെ വിശുദ്ധിയിലാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ അതിൻ്റെ എപ്പോഴും നബി തിരുമനസ് സ്വീകരിച്ചിട്ടുണ്ടാവുക കുറേ ഗദ്യങ്ങളുടെ കൂട്ടമല്ല, അത് പദ്യത്തിൻ്റെ മാധുര്യമടങ്ങിയ, സംഗീതത്തിൻ്റെ സൗഖ്യമടങ്ങിയ മൊഴികളാണ്. അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഖുർആൻ പാരായണത്തിൽ അല്ലെങ്കിൽ ഈ വാങ്കുവിളിയിൽ പോലും ഞാൻ കേൾക്കുന്നത്, ഞാൻ പഠിച്ചിട്ടുള്ള സംഗീതത്തിൽ ഇപ്പോൾ സാമന്തം, ലഹരി തുടങ്ങിയ സോപാന രാഗങ്ങൾ, അതേപോലെ കർണാട്ടിക് രാഗങ്ങളിലും ഹിന്ദുസ്ഥാനിയിലൊക്കെ വരുന്ന ചില രാഗം, ചക്രവാകം, സിന്ധുഭൈരവി, കല്യാണി തുടങ്ങിയ രാഗങ്ങളുടെ ഛായ ഏത് കാലത്ത് ലോകാന്തരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സംഗീതത്തിൽ നമ്മൾ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന രാഗങ്ങളുടെ ഭാവം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനൊരു ആലാപനത്തിൻ്റെ മധുരം ഈ സിന്ധുഭൈരവിയുടെ ആയാലും ചക്രവാകത്തിൻ്റെതായാലും ഒക്കെ ഇങ്ങനെ ഞാൻ പുറം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൻ്റെ മുകളിൽ നിന്നാൽ സന്ധ്യ സമയത്തൊക്കെ കേൾക്കുന്ന വാങ്കുവിളിയിൽ ശരിക്കും അത് ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്ന രീതിയിലാണ് അവർ അത് കൊടുക്കുക. അതിന് ഓരോ മാധുര്യമുണ്ട്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ നബി തിരുമനസിൻ്റെ സാന്നിധ്യത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം എന്നെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എനിക്ക് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. താങ്ക്സ്. وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين شيبا شبانا وفتيانا شيبا شبانا وفتيانا അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ സെക്കൻഡ് ചാൻസിനായി വരുന്നു
നഈം. നഈം സെക്കൻഡ് ചാൻസിനായി ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഏതാണ് കിട്ടുക എന്ന് പേടിയുണ്ടോ? ഇല്ല, ഏത് വന്നാലും ഓതും. കോൺഫിഡൻ്റ് ആണ്. നോക്കാം നമുക്ക് ഏതാന്ന്. സൂറത്തുൽ മുത്തഫിഫീൻ, അതാണ് ഓതേണ്ടത്, 7-ാം ആയത്ത് മുതൽ. ഓക്കെ, പോകാം. ബാബുഗങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. വമാ അദ്റാക മാ സിജ്ജീൻ. കിതാബും മർഖൂം. വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم. إذا تتلى عليه آياتنا قال أساطير الأولين. كلا بل ران على قلوبهم ما كانوا يكسبون. كلا إنهم عن ربهم يومئذ لمحجوبون. ثم إنهم لصالو الجحيم. ثم يقال هذا الذي كنتم به تكذبون. كلا إن كتاب الأبرار لفي عليين. وما أدراك ما عليون. كتاب مرقوم يشهده المقربون. إن الأبرار لفي نعيم على الأرائك ينظرون. تعرف في وجوههم نظرة النعيم.
يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون صدق الله العظيم السلام عليكم ورحمة الله وبركاته അൽഹംദുലില്ലാ. നഈം നിങ്ങൾ വളരെ നന്നായി പാരായണം ചെയ്ത് നല്ല ശബ്ദമാണ്, സ്റ്റൈലും നല്ല മധുരമായിട്ട് ഓതി. അൽഹംദുലില്ലാ. ഈ ചെറിയ വയസ്സിൽ നിങ്ങൾ ഓതി അല്ലാഹു തആല മബ്രൂക്കാക്കട്ടെ, കബൂലാക്കട്ടെ. നിങ്ങൾ ഓതിയതിൽ ചെറിയ തെറ്റൊന്ന് അത് ശരിയാക്കണം. ബിഹി തുകദ്ദിബൂൻ ഖിതാമുഹു മിസ്ക്, അവിടെ മദ്ദ അസ്ലി മാത്രമാണ്. ബിഹി തുകദ്ദിബൂൻ അവിടെ കുറച്ച് ജാസ്തി നീട്ടിയത് മദ്യസിന്. ബിഹി തുകദ്ദിബൂൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖിതാമുഹു മിസ്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖിതാമുഹു മിസ്ക് ബിഹി തുകദ്ദിബൂൻ അത്രയാണ് മദ്യസ നീട്ടണം. അതുപോലെ തന്നെ ഐൻ്റെ മഖ്റജ് ചില സ്ഥലങ്ങളിൽ ശരിയാക്കിയിട്ട് വെളിയാക്കിയിട്ടില്ല. നന്നായിട്ടത് വെളിവാക്കണം, മഖ്റജ് ശരിയാക്കി ഓതണം. ഒമാ അദ്റാക ഇല്ലിയൂൻ അവിടെ ഐൻ്റെ മഖ്റജ് ശരിയാക്കണം. അലൽ അറായിക്ക് അലൽ ഐൻ്റെ മഖ്റജ് ശരിയാക്കണം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫി തിലാവത്തിക്കും വഖറാഅത്തിക്കും. നഈം, നിങ്ങളുടെ ഖിറാഅത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്ക് കിട്ടിയ രണ്ടാമത്തെ ചാൻസാണ് അല്ലേ? ഇനിയൊരു ചാൻസ് കൂടി കിട്ടുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്കും കൂടി സഹായകമാകുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. കുന്തും ബിഹി അവിടെ കുന്തും എന്ന പദത്തിൽ താഇൻ്റെ മുമ്പ് നൂനിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിക്കണം അല്ലേ? മറച്ചു മണിക്കുന്ന സമയത്ത് നൂനിനെയാണ് ഇഖ്ഫാ ചെയ്യുന്നത് അല്ലേ? ശേഷമുള്ളത് താ ആണ്. അപ്പോൾ രണ്ടിനും ചുണ്ട് അടഞ്ഞു പോകരുത്. ആ മണിക്കുന്ന സമയത്ത് കുന്തും ആ മണിക്കുന്ന സമയത്തിനുള്ളിൽ ചുണ്ട് അടഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ മീമ് പോലെ ആവുമല്ലോ. കുന്തും ചുണ്ട് തുറന്നിരുന്നു കൊണ്ട് തന്നെ ഇഖ്ഫാ ചെയ്യുക. അതേപോലെ തന്നെ മിൻ തസ്നീം ശേഷമുള്ളൊരു പദമാണ് മിൻ തസ്നീം. അവിടെയും നൂനിനെ താൻ്റെ മുമ്പ് ഇഖ്ഫാ ചെയ്യണം അല്ലേ? അവിടെയും ഇഖ്ഫാ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ചുണ്ട് അടയുന്നത് ശ്രദ്ധിക്കുക, നൂനെ ഇഖ്ഫാ ചെയ്യുന്നിടത്ത്. കിതാബും മർഖൂം അവിടെ തെൻവീൻ്റെ ശേഷം മീമാണ് അല്ലേ? മീമ് ഇദാം ബിഗുന്നയുടെ ഹർഫിൽപ്പെട്ടതാണ്. തെൻവീൻ്റെ ശേഷം നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം മീം വന്നാൽ ഇദാം ബിഗുന്നയാണ്, മണിക്കലോടുകൂടി ഇദ്ഗാം അല്ലേ? അപ്പോൾ അവിടെ ഇദ്ഗാം ഉണ്ടായെങ്കിലും ഇദാം ബിഗുന്ന മണിക്കൽ ഉണ്ടായില്ല. അതും കൂടി ശ്രദ്ധിക്കണം.
കിതാബും മർഖൂം. റൽഫിൻ്റെ ഖദർ അത് ഉന്നത്തുണ്ടാവണം, അത് ശ്രദ്ധിക്കുക. നദ്റത്തൻ നഈം അല്ലേ, നദ്റത്തൻ നഈം. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂനിനെ, ശബ്ദമുള്ള നൂനിനെ മണിക്കുന്ന സമയത്ത് ചുണ്ട് അടയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ശ്രദ്ധിക്കുക അല്ലേ. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഖിറാഅത്ത് ഇനിയും നല്ല ഖിറാഅത്ത് അത് പരിശീലനം നേടി ഇതുപോലുള്ള മത്സരങ്ങളിലൊക്കെ നല്ല ഒന്നാം സ്ഥാനത്ത് തന്നെ വിജയായി എത്തുമാറാവട്ടെ. അള്ളാഹുവിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിലെ ഈ അരുളപ്പാടുകൾ ഉണ്ടാകുന്നത് വാസ്തുവിൽ ഏകദേശം ഒരേ ഈണത്തിലായിരിക്കും. കാരണം ദൈവം സാക്ഷിയായി വരുന്ന നാദ സമൂഹം എപ്പോഴും ഒരേ ശ്രുതിയിലായിരിക്കും. യജുർവേദം, കൃഷ്ണ യജുർവേദത്തിലുള്ള മാത്ര എന്ന ഒരു രീതിയുണ്ട്. 10-12 കൊല്ലം പഠിക്കുമ്പോഴാണ് വാസ്തു യജുർവേദത്തിൽ അത്തരം മാത്രകളൊക്കെ പ്രയോഗിക്കാൻ പറ്റുക. ഉദാഹരണമായിട്ട് ദധീ ഒരു മാത്രയുടെ ദീർഘി ഇങ്ങനെയാണ് വരിക. വാസ്തുവിൽ ഈ ഖുർആൻ പാരായണത്തിലും ഇത്തരം ഒരു മാത്രകൾ ആണ് തുടർച്ചയായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ഈ പ്രപഞ്ചസങ്കല്പത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഇന്നല്ലാഹ മഹസ്വാബിരീൻ എന്ന ഒരു സങ്കല്പം, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്ന് പറയുന്ന അതിമനോഹരമായ സങ്കല്പം. ഇതൊക്കെയാണ് വാസ്തുവിൽ എന്നെപ്പോലുള്ള ആൾക്കാരെ, ലോക സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മധുരം നുണയുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാരെ വിശുദ്ധ ഖുർആനിലേക്ക് ആവാഹിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ആസ്വാദകനായി എത്താൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. എൻ്റെ ഡ്രൈവറായിട്ടൊരു 10-13 കൊല്ലം ഉണ്ടായിരുന്ന ഷെരീഫ് എന്ന കുട്ടി എനിക്കിഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു ദിവസം ഗൾഫിലെ ഏതോ ഒരു എയർപോർട്ടിൽ വെച്ച് രാത്രി വളരെ വൈകിട്ട് ഷെരീഫിൻ്റെ വിളി എനിക്ക് വരുന്നു. എന്നോട്, സാർ ഞാൻ എന്തെങ്കിലും തെറ്റ് സാറിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, എന്താ മോനെ അങ്ങനെ പറയാൻ കാരണം? താൻ എന്നോടൊന്നും ചെയ്തിട്ടില്ല, എല്ലാം നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ, നമ്മൾ പരസ്പരം അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് അവൻ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല ഞാൻ ഉംറയ്ക്ക് പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ യാത്ര ചോദിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ പറയണം, പരസ്പരം ഒരു തരത്തിലുള്ള കെട്ടുപാടുകളും വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ വേണം പോകാൻ, അതുകൊണ്ട് സാറിനോട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, മോനെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ചൊരിയട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങളെ കൂട്ടത്തിൽ ഉംറയ്ക്ക് പോകാൻ ഭാഗ്യം കിട്ടുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ അല്ലേ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ എല്ലാവരെയും എനിക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് ഉറപ്പാണ്. കാരണം വിശുദ്ധമായ എല്ലാ പ്രാർത്ഥനകളും ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അതൊരിക്കലും സ്വാർത്ഥപൂർണ്ണമേ അല്ല, അതെനിക്കറിയാം. ഇത്ര നല്ല കാര്യങ്ങൾ ഇങ്ങനെയുള്ളൊരു വേദിയിൽ എന്നെ പ്രേരിപ്പിച്ചതിന് പ്രിയപ്പെട്ട മക്കളോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നമസ്കാരം. لا يأتيه الباطل من بين يديه ولا من خلفه شيبا شبانا وفتيانا شيبا شبانا وفتيانا അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ അടുത്തതായി നമുക്ക് മുമ്പിലെത്തുന്നത് അബ്ദുറഹിമാൻ അൻവരി കാട്ടൂർ. അബ്ദുറഹിമാൻ അൻവരി അതെ വളരെ ഒരുങ്ങിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സെക്കൻഡ് ചാൻസ് ആണ്, വളരെ ഗൗരവത്തോടു കൂടിയാണ്. ഏതാണോ ഇതിൽ നിന്ന് കിട്ടുന്നത് അറിയില്ല, നോക്കാം. ഓക്കെ ഓക്കെ. സൂറത്ത് ഫുസ്സിലത്ത്
41 ആയത്ത് മുതലാണ് അതേണ്ടത്. ഓക്കെ ഓക്കെ പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ്. لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. ما يقال لك إلا ما قد قيل للرسل من قبلك إن ربك لذو مغفرة وذو عقاب أليم. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب. من عمل صالحا فلنفسه ومن أساء فعليها وما ربك بظلام للعبيد. صدق الله العظيم.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മഹാഗ്രന്ഥത്തിൻ്റെ അവതാരം ആഘോഷിക്കപ്പെടുന്ന വേറെ ഏതെങ്കിലും മതമുണ്ടോ എന്ന് സംശയമാണ്. ഇത്രയും അതിൻ്റെ വിശുദ്ധി ആ റംലാൻ മാസത്തിലൂടെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ്റെ അവതാരം ആഘോഷിക്കുന്ന വേളകളാണ്. شيبا شبانا وفتيانا شيبا شبانا وفتيانا അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ അൻവരി അറബിയിൽ കുറച്ച് പറയും. أنت أحسنت في قراءتك وتلاوتك، مبروك. الصوت واللحن جيد، وأدعو من الله تعالى أن تعطي مقاما عاليا، درجة عالية. أنا ندعو لك إن شاء الله. وأشير الذي وقع في قراءتك خطأ صغير، وهذا من خلفه، وفي هذا أظهرت قلقلة صغيرة من خلفه، هذا لا يكون صحيح. وأيضا وهو عليهم عمى، هذا قلقلة صغير أظهرت عليهم عمى هكذا تظهر القلقلة صغيرة. وأيضا أنت قرأت أعجميا، هناك أي حكم، أي قاعدة تعرف؟ أعرف. ماذا؟ فيه وجهان. بتسهيل الثانية. حمزة الثانية. وتحقيقها. تحقيق هذا عند أي إمام؟ عند الحفص رضي الله عنه. عند حفص رضي الله تعالى عنه. وجهان صحيحان. تسهيل كيف التسهيل؟ كيف تقرأ؟ أعجمي. أعجمي. التحقيق أعجمي. هذا الحمد لله. بارك الله في تلاوتكم وقراءتكم. അബ്ദുറഹ്മാൻ അൻവരി, നിങ്ങളുടെ ഖിറാഅത്ത് നന്നാക്കാൻ വേണ്ടി വളരെ ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ശരീരം അറിഞ്ഞുകൊണ്ടുള്ള ഖിറാഅത്ത് തന്നെ, അക്ഷരങ്ങളെ അതിൻ്റെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടി ശ്രമം നടത്തി അത് ഖിറാഅത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തടി അറിഞ്ഞുകൊണ്ട് തന്നെ, ശരീരം അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ള ഖിറാഅത്തായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. തർത്തീലായിട്ടുള്ള ഖിറാഅത്താകുമ്പോൾ ഉയർന്ന ഖാരികളാകുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് വഹുവ അലൈഹിം അമ എന്ന് വഖഫ് ചെയ്യുമ്പോൾ അസ്ലി മദ്, ആ അസ്ലി മദ് ഖിറാഅത്തിൻ്റെ മർത്തബ അനുസരിച്ച്, വളരെ തർത്തീലായിട്ടുള്ള ഖിറാഅത്താകുമ്പോൾ അതിൻ്റെ മർത്തബ അനുസരിച്ച് അല്പം അസ്ലി മദ്ദാണെങ്കിലും അത് അല്പം ചുരുങ്ങിപ്പോയോ, ഖിറാഅത്തിൻ്റെ തർത്തീല ആ മർത്തബ അനുസരിച്ച് ചുരുങ്ങിപ്പോയോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫീഹി ഫഖ്തുലിഫ ഫീഹി എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഏത് മദ്ദായിരിക്കും? മദ്ദ് ആരിലായിരിക്കും. മദ്ദ് ആരിൽ അവിടെയും അതിൻ്റെ അഫ്ളലായ രൂപത്തിൽ അതിൻ്റെ പൂർണ്ണ ഖദർ എത്താതെ പോകുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്. തഫ്സീലായിട്ടുള്ള ഖിറാഅത്തിൽ, ഹംസന തഫ്സീലായിട്ടുള്ള ഖിറാഅത്തിൽ ലൗലാ ഫുസ്സിലത് ആയാത്തുഹു അഅജമിയുൻ, അവിടെ ഒന്ന് വസ്ൽ ചെയ്തിട്ട് ഒന്ന് പാരായണം ചെയ്യുകയാണെങ്കിൽ ലൗലാ ഫുസ്സിലത് ആയാതുഹു അഅജമിയ്യുൻ വഅറബി. ശരി, വസ്ൽ ചെയ്യുമ്പോൾ അവിടെ മുഫസ്സലായ മദ്ദും കൂടി വരും അല്ലേ? അൽഹംദുലില്ലാ, ഖിറാഅത്ത് ഇനിയും ഉയർന്ന ദർജകളിലേക്ക് എത്തിപ്പെടാൻ, നല്ല ഖിറാഅത്താൻ, സഹിയായ ഏറ്റവും നല്ല ഖിറാഅത്താവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റംലാൻ മഹാസ്നേഹത്തിൻ്റെ പ്രവചനങ്ങളാണ് എന്നിൽ ഉണർത്തുന്നത്. ലോകത്തിൽ ഒരു
മഹാഗ്രന്ഥത്തിൻ്റെ അവതാരം ആഘോഷിക്കപ്പെടുന്ന വേറെ ഏതെങ്കിലും മതമുണ്ടോ എന്ന് സംശയമാണ്. ഇത്രയും അതിൻ്റെ വിശുദ്ധി ആ റംലാൻ മാസത്തിലൂടെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ്റെ അവതാരം ആഘോഷിക്കുന്ന വേളകളാണ്. രാത്രിയും പകലും, രാത്രിയിൽ വീണ്ടും ഈ പകലത്തെ പ്രാർത്ഥനയുടെ ഫലം സ്വയം ആസ്വദിക്കുകയും നിർവൃതി കൊള്ളുകയും അത് സാധന ചെയ്യുകയും അത് ആത്മാവിലേക്ക് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രാവുകൾ, പകൽ മുഴുവൻ ഈ സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുമായി ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കി നിൽക്കുന്ന പകലുകൾ, പ്രഭാതത്തിൽ പ്രാതൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പകലത്തേക്ക് മുഴുവൻ ജീവൻ നിൽക്കാനുള്ള സംഭവങ്ങൾ രാവിലെ നമ്മൾ കഴിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ എൻ്റെ ജോലിക്കാരായിട്ട് തന്നെ കൂടെ ഉണ്ട്. അവരെ ഞാൻ ജോലിക്കാരായിട്ടല്ല, എൻ്റെ കുടുംബാംഗങ്ങളായിട്ടാണ് എപ്പോഴും കണക്കാക്കുന്നത്. അവർക്ക് രാവിലെ ഞാൻ എൻ്റെ ഭാര്യ തന്നെ വിളിച്ചുണർത്തി വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് എനിക്കുണ്ടാകുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കുറച്ചു നേരം കഴിയേണ്ടി വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഏറ്റവും പ്രാർത്ഥനാനിർഭരമായ ഈ വിശുദ്ധമായ മാസത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ചേരുന്നു. നമസ്കാരം. വിശുദ്ധ ഖുർആനിന്റെ വചനധാരകളിലൂടെ മറ്റൊരു തീർത്ഥാടനവുമായി ആവേശകരമായ മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ووالد وما ولد لقد خلقنا الإنسان في كبد وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. وسيق الذين اتقوا ربهم إلى الجنة زمرا قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا هو زاد الروح وبهجتها ورفيق الدرب مدى الزمن.